Hello, welcome back. Now we come to a special stochastic process called Markov chain. You know what is a chain? We have defined a chain is a stochastic process having index set is a discrete set. That means it is a discrete time stochastic process. Index set discrete means time is discrete. Okay, so any stochastic process with the index set is discrete, or any stochastic process which is discrete time is called a chain, and the state space may be either discrete or continuous. That doesn't matter. And now in this discussion we are going to define a special kind of chain called Markov chain. Okay, now for this purpose you define a stochastic process sequence xn n is equal to 0, 1, 2, 3, etc. That is, the time points are 0, 1, 2, 3, etc. That takes on a finite or countable number of possible values. That means the possible values of the random variable xn is either finite or countable number of possible values. So the discrete time, that means n is equal to 0, 1, 2, 3, etc. and the values of the random variable is also discrete. And it is not only discrete, it should be either finite or countable. Okay, and unless otherwise stated, this set of possible values of the process will be denoted by the set of non-negative integers, that is 0, 1, 2, 3, etc. So for general Markov chain, we will see that the index set is n is equal to 0, 1, 2, 3, etc. and the state space is also 0, 1, 2, 3, etc. unless otherwise specified. ചില സമയത്ത് ഇവിടെ ഈ എക്സ് എൻ എന്ന് പറയുന്നത് 1, 2, 3, etc. ആവാം. അതുപോലെ ഇവിടുത്തെ ഈ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയുന്നതും 1, 2, 3, etc. അപ് ടു ഇൻഫിനിറ്റി ആവാം, ഫൈനൈറ്റ് ആവാം. പക്ഷെ ജനറലി നമ്മൾ പറയുമ്പോൾ ടൈം n is equal to 0, 1, 2, 3, etc. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് 0, 1, 2, 3, etc. അപ്പോൾ ഇത് വളരെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നത് nth ടൈമിൽ ഈ പ്രോസസ്സ് ഐ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഐ മീൻസ് the process is in state I, കാര്യം എക്സ് എൻ ഈക്വൽ ടു ഐ ആണല്ലോ. സോ ഇൻ സ്റ്റേറ്റ് ഐ at which time? at time n. ഓക്കെ, അപ്പോൾ ഈ റാൻഡം വേരിയബിളിൻ്റെ സഫിക്സിലുള്ളത് ടൈമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ, അതായത് എക്സ് എന്നിൻ്റെ വാല്യൂ ആണ് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ്. ഇങ്ങനെയുള്ള ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എപ്പോഴാണ് മാർക്കോവ് ചെയിൻ ആവുന്നത്? ഈ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് ചില പ്രത്യേക പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഇതൊരു മാർക്കോവ് ചെയിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി, കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ആ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി ആണ് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആ പ്രോപ്പർട്ടിയെ നമുക്ക് മാർക്കോവിയൻ പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്താണ് മാർക്കോവിയൻ പ്രോപ്പർട്ടി നോക്കാം. ഓക്കെ, ഫോർമലി നമ്മൾ ഒരു മാർക്കോവ് ചെയിനിൻ്റെ ഡെഫിനിഷനിലേക്ക് വരികയാണ്. എ ഡിസ്ക്രീറ്റ് ടൈം ഡിസ്ക്രീറ്റ് സ്പേസ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എക്സ് എൻ
n is equal to 0, 1, 2, 3, etc. is called a Markov chain if the conditional distribution of any future state xn plus 1 given past states x0, x1, etc., x minus 1 and the present state xn is independent of the past states and depends only on the present state. Okay. അതായത് ഈ ഫ്യൂച്ചർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് വൺ. അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റ്, എക്സ് എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ഫ്യൂച്ചർ സ്റ്റേറ്റ്. അതേസമയത്ത് എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു, എക്സെട്ര, എക്സ് വൺ, എക്സെട്ര, എക്സ് നോട്ട് ഇതെല്ലാം പാസ്റ്റ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ മൂന്ന് അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പാസ്റ്റ് സിറ്റുവേഷൻ, പാസ്റ്റ് സ്റ്റേറ്റ്സ്, മറ്റൊന്ന് പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇത് പ്രസൻറ്റ് സ്റ്റേറ്റ്, മൂന്നാമത്തത് ഫ്യൂച്ചർ സിറ്റുവേഷൻ, അതായത് എക്സ് എൻ പ്ലസ് വൺ. നമ്മൾ ഈ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്യൂച്ചർ സ്റ്റേറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് യു ആർ ഫൈൻഡിങ് ദി പ്രോബബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഗിവൺ the past states x0, x1, x2, etc., xn1 and the present state xn is independent of the past states but depends only on the present state. അതായത് ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സിൻ്റെ ഫ്യൂച്ചർ സിറ്റുവേഷൻ, അതിൻ്റെ പ്രോബബിലിറ്റി ഗിവൺ ദാറ്റ് all the past situations and present situation is equal to probability of the future situation given the present situation only. Past ഇവിടെ അപ്രസക്തമാണ് എന്നർത്ഥം. പ്രോബബിലിറ്റി, ഫ്യൂച്ചറിൻ്റെ പ്രോബബിലിറ്റി, അതായത് എക്സ് എൻ പ്ലസ് വണ്ണിൻ്റെ പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്നിൻ്റെ വാല്യൂ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. മറിച്ച് അതിന് മുമ്പുള്ള എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു, എക്സെട്ര, എക്സ് നോട്ട് വരെയുള്ള സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ബോധേഡേ അല്ല. ഓക്കെ, അതിനെ നമുക്ക് പ്രോബബിലിറ്റി ടേംസിൽ ഇങ്ങനെ എഴുതാം. നോക്കൂ, പ്രോബബിലിറ്റി ദാറ്റ് എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് എൻ ഈക്വൽ ടു ഐ, അതായത് പ്രസൻറ്റ്, എക്സ് എൻ മൈനസ് വൺ ഈക്വൽ ടു ഐ എൻ മൈനസ് വൺ, അതൊക്കെ പാസ്റ്റ് ആണ്. ഓക്കെ, all these things are past situations and it is equal to probability that future situation given the present situation only. ഓക്കെ, ഇവിടെ ചെറിയൊരു കറക്ഷൻ, പ്ലീസ് മേക്ക് ദ കറക്ഷൻ. ഇവിടെ ഞാൻ ഈ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു ജെ ഗിവൺ എക്സ് എൻ ഈക്വൽ ടു ജെ എന്നാണ് തെറ്റി എഴുതിയത്. അത് എക്സ് എൻ ഈസ് ഈക്വൽ ടു ഐ എന്ന് തിരുത്തണം. ഓക്കെ, ഇവിടെ എക്സ് എൻ ഈക്വൽ ടു ഐ ആണ് കൊടുത്തിരിക്കുന്നത്, അതേ എക്സ് എൻ ഈക്വൽ ടു ഐ ആണ് ഇവിടെയും വേണ്ടത്. ഓക്കെ ഓക്കെ അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം? ഫ്യൂച്ചറിൻ്റെ പ്രോബബിലിറ്റി ഗിവൺ ദി പാസ്റ്റ് സിറ്റുവേഷൻ ആൻഡ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ദി ഫ്യൂച്ചർ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫ്യൂച്ചർ ഈവൻറ്റ് ഗിവൺ ദി പ്രസൻറ്റ് ഈവൻറ്റ് ഓൺലി. അപ്പോൾ ഇവിടെ ഇതെഴുതുന്ന സമയത്ത് ഈ എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ മൈനസ് ടു അതിൻ്റെ ഒക്കെ സിറ്റുവേഷൻ അപ്രസക്തമാണ്. അങ്ങനെയാണെങ്കിലല്ലേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റിനെയും പാസ്റ്റിനെയും മാത്രമാണ് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രസൻറ്റ് എന്താണ്? ഐ ആണ്. ഫ്യൂച്ചർ എന്താണ്? ജെ ആണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പ്രോബബിലിറ്റി. ഇതിനെ നമുക്ക് പി ഐ ജെ എന്ന് ഡിനോട്ട് ചെയ്യാം. പി ഐ ജെ എന്ന് ഡിനോട്ട് ചെയ്യാം. പി ഐ ജെ എന്ന് പറയുന്നത് ഐയിൽ നിന്ന് ജെയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ചേഞ്ചിൻ്റെ പ്രോബബിലിറ്റിയാണ് പി ഐ ജെ എന്ന് പറയുന്നത്. ഓക്കെ, സത്യത്തിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഐ എന്ന് മാറ്റി വായിക്കണം. ഈ എക്സ് എൻ ഈക്വൽ ടു ഐ യിൽ നിന്ന് എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു ജെയിലേക്കുള്ള ഒരു ട്രാൻസിഷനാണിത്, ഒരു ചേഞ്ചാണ്. എന്തിൻ്റെ ചേഞ്ച്? സ്റ്റേറ്റിൻ്റെ ചേഞ്ച്. സ്റ്റേറ്റ് ഐയിൽ നിന്ന്
സ്റ്റേറ്റ് ജെയിലേക്ക് മാറുക. അതിനുള്ള പ്രോബബിലിറ്റിയാണ് ഈ പ്രോബബിലിറ്റി ഓഫ് xn + 1 = j ഗിവൺ xn = i എന്ന് പറയുന്നത്. അതിനെ ഐയിൽ നിന്ന് ജെയിലേക്കുള്ള ഈ ഒരു മാറ്റത്തെ നമ്മൾ ട്രാൻസിഷൻ എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഐയിൽ നിന്ന് ജെയിലേക്കുള്ള ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റി ആണ് Pij എന്ന് പറയുന്നത്. ഓക്കെ, that is why I define here transition probability. The probability Pij, which is equal to probability that xn + 1 = j given xn = i. ഇവിടെയും ആ കറക്ഷൻ വരുത്തണം. xn = i ആണ്. ഈ കഴ്സർ കാണുന്നിടത്ത് xn = i എന്ന് മാറ്റണം. ഓക്കെ, and this represents the probability that the process will, when in state, next make a transition into state j. Okay, you repeat this: probability that the process will next make a transition into state j when it is now in state i. ഇപ്പോൾ അത് സ്റ്റേറ്റ് ഐയിലാണുള്ളത്, അതായത് പ്രസൻറ്റിൽ xn = i ആണ്. പക്ഷെ അടുത്ത സ്റ്റേജിൽ അതെങ്ങോട്ട് മാറുന്നു? അതിൻ്റെ സ്റ്റേറ്റ് ജെയിലേക്ക് മാറുന്നു. That probability is called transition probability, and since it is in one step, it is specifically called one step transition probability from state i to state j. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഐയിൽ നിന്ന് ഒരു ട്രാൻസിഷനിൽ, അതായത് ഒരു സ്റ്റെപ്പിൽ ജെയിലേക്ക് ട്രാൻസിഷൻ നടത്തുന്നതിൻ്റെ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി. ഓക്കെ, സോ ദിസ് ഈസ് എ നൊട്ടേഷൻ. Pij എന്ന് പറഞ്ഞാൽ ഐയിൽ നിന്ന് ജെയിലേക്കുള്ള ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റി എന്നർത്ഥം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി, therefore Pij > 0. Probabilities are always non-negative for all I and j. And you may also note that the process must make a transition into some state. ഇപ്പോൾ സ്റ്റേറ്റ് ഐയിലാണ് പ്രസൻറ്റിലുള്ളതെങ്കിൽ അത് അടുത്ത സ്റ്റേജിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. അതൊരു പക്ഷേ i+1 ഒരുപക്ഷെ i-1 അല്ലെങ്കിൽ ഐയിൽ തന്നെ ഒരു സ്റ്റേറ്റിൽ അത് എങ്ങോട്ടും മാറാതെ അവിടെ തന്നെ നിൽക്കും. അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, ഏതായാലും ഐ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തിയിരിക്കും. ഒരുപക്ഷെ അത് ആ സ്റ്റേറ്റിലേക്ക് തന്നെ ആയിരിക്കാം, ഐയിൽ നിന്ന് ഐയിലേക്ക് തന്നെ ആയിരിക്കാം ട്രാൻസിഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഐയിൽ നിന്ന് ജെയിലേക്ക് ട്രാൻസിഷൻ നടത്താനുള്ള പ്രോബബിലിറ്റി ഫോർ ഓൾ പോസിബിൾ സ്റ്റേറ്റ്സ് j should be equal to 1. Total probability is equal to 1 for all i. Okay, that is the reason for writing the summation j is equal to 0 to infinity Pij equal to 1. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഒന്ന് Pij > 0, ഒന്ന് summation over j equal to 0 to infinity Pij is equal to 1. ഓക്കെ, ഇത് ട്രാൻസിഷൻ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ്. Pij > 0 for all I and j > 0 and summation over all j Pij that is equal to 0. സ്റ്റേറ്റ് 0, 1, 2, 3 up to infinity ആയതുകൊണ്ട് നമുക്ക് j = 0 to infinity എന്ന് കൊടുക്കാം. ഓക്കെ, അതിനൊരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ j is equal to 0 to ഒരു ഫൈനൈറ്റ് നമ്പർ ആവാം. പക്ഷേ ഇവിടെ ജനറലി സ്പീക്കിംഗ് summation over j is equal to 0 to infinity Pij is equal to 1 for all I. Okay, and we see this Pij, which is the probability of transition from I to j, and if you are writing all the transition probabilities in the form of a matrix, that matrix is called transition probability matrix or TPM. And you can write this TPM as capital P, that is equal to matrix of elements P00, P01, P02, etc. P10, P11, P12, etc.
P and so on, generally Pi0, Pi1, etc. and so on. Okay, and you can see that for this matrix P, all the elements are transition probabilities. Okay, നമുക്ക് ഒരു particular ഏതെങ്കിലും ഒരു probability എടുത്തോളൂ. Okay, what does this mean? Pi2 എന്ന് പറയുന്നത് ith സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റെപ്പിൽ 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റിയാണ് Pi2 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ P00 means it is the transition probability from state 0 to 0 itself. That also is possible. Sometimes with the probability non-zero probability, or sometimes it may be with probability 0. That depends upon the process which you are considering. We will come to some examples later. And what about this P11? P11 means it is the probability of transition from state 1 to itself. And what is Pi1? Pi1 is the probability that the transition takes place from I to 1 and so on. And you can see that the row sum is equal to 1 for all rows in this transition probability matrix. Why? It is the total probability P00 plus P01 plus P02 plus etc. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്താണ് സീറോയിൽ നിന്ന് ഒന്നുകിൽ സീറോയിലേക്ക് ട്രാൻസിഷൻ വരും, അല്ലെങ്കിൽ സീറോയിൽ നിന്ന് 1ലേക്ക്, അല്ലെങ്കിൽ സീറോയിൽ നിന്ന് 2ലേക്ക് ട്രാൻസിഷൻ വരും. എന്തായാലും സീറോയിൽ നിന്ന് എവിടേക്കെങ്കിലും ഒരു ട്രാൻസിഷൻ നടന്നിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും ഫോർ ഓൾ സ്റ്റേറ്റ്സ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമ്മേഷൻ ഫോർ ഓൾ ജെ equal to 0 to infinity Pij is equal to 1. So in this transition probability matrix, you can see that the row sum is equal to 1 for all rows, but column sum need not be equal to 1. And you will later see that if the column sum is also equal to 1, that transition probability matrix will be called doubly stochastic. Okay, that we will come later. Now we come to the transition probability examples. And this transition probabilities are one-step transition probabilities. Therefore, more specifically, this transition probability matrix is called one-step transition probability matrix. Okay, right. And I have added 3 examples to give you an idea of what is meant by transition probability matrix and what is meant by Markov chain. Okay, ഇവിടെ നോക്കുക, ഒന്നാമത്തെ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ആൻഡ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം transmits 2 digits 0 and 1 only. That system transmits either 0 or 1. ബൈനറി ട്രാൻസ്മിഷൻ ആണ്. 0 ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ 1 ട്രാൻസ്മിഷൻ. അപ്പോൾ ഈച്ച് ഡിജിറ്റ് ട്രാൻസ്മിറ്റഡ് മസ്റ്റ് പാസ് ത്രൂ സെവറൽ സ്റ്റേജസ്. At each stage there is a probability P that the digit entered will be unchanged. ഒരു സ്റ്റേജിൽ 0യിലേക്കാണ് വന്നത്, അടുത്ത സ്റ്റേജിൽ അത് ഒന്നുകിൽ 0 തന്നെ നിൽക്കും അല്ലെങ്കിൽ 1ലേക്ക് പോകും. അതായത് 0 തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ 1നെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെയാണോ എത്തിയിരിക്കുന്നത് 0യിലാണെങ്കിൽ ഒന്നുകിൽ അടുത്ത സ്റ്റേജിലും അടുത്ത സ്റ്റെപ്പിലും അത് 0 ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അത് 1 ആയിരിക്കും. അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതിൽ യു സപ്പോസ് ദാറ്റ് xn denotes the digit entering the nth stage. nth സ്റ്റേജിൽ ഉള്ള ഡിജിറ്റ് അത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. സോ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് xn? What are the possible values of xn? Suppose n is equal to 0. ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ്, അത് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റ് 1, ഇനീഷ്യൽ സ്റ്റേറ്റ് 0,
അടുത്തത് 1, നെക്സ്റ്റ് സ്റ്റെപ്പ്. അവിടെ xn എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ xn എന്ന് പറയുന്ന സീക്വൻസ് xn n is equal to 0, 1, 2, 3 etc. is a two-state Markov chain. ഞാൻ നേരത്തെ പറഞ്ഞു, അത് മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ഒന്നുകിൽ ഫൈനൈറ്റ് ആവാം അല്ലെങ്കിൽ കൗണ്ടബിൾ ആവാം. ഇവിടെ ആകെ 2 സ്റ്റേറ്റ്സേ ഉള്ളൂ, 0ഉം 1ഉം. അപ്പോൾ അത് കൗണ്ടബിൾ ആണ്. അത്തരം ഒരു മാർക്കോവ് ചെയിനാണ് ഈ സീക്വൻസ് xn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് എന്തായിരിക്കും? ഓക്കെ, 0യിൽ നിന്ന് 0യിലേക്ക് തന്നെ ട്രാൻസിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് അത് അൺചേഞ്ച് ആവുകയാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിജിറ്റ് അൺചേഞ്ച് ആവുകയാണ്. അതിൻ്റെ പ്രോബബിലിറ്റി p ആണ്. 0യിൽ നിന്ന് 0യിലേക്കുള്ള ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ പിന്നെ 0യിൽ നിന്ന് 1ലേക്കുള്ള ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 - p ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 1 ആണ് നമ്മുടെ സ്റ്റേറ്റ്, പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നിലവിൽ 1 ആണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിൽ അതൊരു പക്ഷേ 0 ആയിരിക്കാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ 1 തന്നെ ആയിരിക്കാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അൺചേഞ്ച് ആവാനുള്ള പ്രോബബിലിറ്റി p എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അൺചേഞ്ച് ആവാനുള്ള പ്രോബബിലിറ്റി p ആണെങ്കിൽ അത് ചേഞ്ച് ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 - p ആയിരിക്കും. കാരണം ആകെ 2 സ്റ്റേറ്റ്സ് അല്ലേ ഉള്ളൂ. 0 അൺചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 0 ട്രാൻസിഷൻ, 0 എന്ന് ചേഞ്ച് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1 ട്രാൻസിഷൻ. അൺചേഞ്ച് ആവാനുള്ള പ്രോബബിലിറ്റി p ആണെങ്കിൽ ചേഞ്ച് ആവാനുള്ള പ്രോബബിലിറ്റി 1 - p ആയിരിക്കും. സോ ദിസ് ഈസ് ദി ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ഓർ TPM ഓഫ് ദി communication system. Okay, and you come to another example, and it is concerned with the weather condition of different days. And you suppose that the chance of rain tomorrow depends on the previous weather. Only through whether or not it is raining today, and it is not depending on the past conditions. നാളെ മഴ പെയ്യുമോ എന്നുള്ളത് ഇന്ന് മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ മാത്രം ആശ്രയിക്കുന്നു. ഇന്നലെ മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പിലുള്ള ദിവസം മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നാളെ മഴ പെയ്യുമോ എന്നുള്ളതാണ് ഫ്യൂച്ചർ ഈവൻറ്റ്. അത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇന്ന് മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇന്നലെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം മഴ പെയ്തോ എന്നുള്ളതിന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മാർക്കോവ് ചെയിൻ. കാര്യം ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസൻറ്റ് ആൻഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാസ്റ്റ്. ആ മാർക്കോവിയൻ പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു സപ്പോസ് ദാറ്റ് the process is in state, we say the process is in state 0 when it rains, and state 1 when it does not rain. അപ്പോൾ it rains എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 0യും it does not rain സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 1ഉം കൊടുക്കുകയാണ്. ഓക്കെ, so what is xn means whether it rains at the nth day. Okay, and xn takes only 0 and 1 only. When you say xn is equal to 0, if at the nth day it rains, and xn is equal to 1 means at the nth day it does not rain, right? And suppose alpha is the probability that it rains tomorrow when it rains today. Okay, suppose it rains today, and probability that it will rain tomorrow also, and corresponding probability is alpha, and beta is the probability that it will rain tomorrow when it does not rain today. That is beta. Okay, so this is the transition probability. Why? The transition probability alpha 0 to 0. 0 to 0 means it rains today and it will rain tomorrow also.
and the corresponding probability is alpha. And so possibly 1 minus alpha will be the probability that if it rains today, it will not rain tomorrow, because it rains tomorrow and it does not rain tomorrow are mutually exclusive and exhaustive also. Therefore, alpha, this is 1 minus alpha, so that the row sum should be equal to 1. Similarly, beta means what? It does not rain today, but it rains tomorrow. That is the transition from 1 to 0. So beta is the probability. And naturally, transition from 1 to 1. Transition from 1 to 1 means today it does not rain and tomorrow also it will not rain. That is the transition from 1 to 1. And the probability is 1 minus beta, because beta is the probability that it will rain tomorrow when there is no rain today. Okay, so this is the transition probability. And clearly, row totals are 1. Right. And similarly, another example I have considered here is a model of an individual walking on a straight line, who at each point of time either takes one step to right with the probability p and one step left with the probability 1 minus p. But you please add it as 1 minus p. Okay, what is this? An individual walking on a straight line, who at each point of time takes one step right with probability p and one step to left with probability 1 minus p. ഒരാൾ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു പോവുകയാണ്. അയാൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒന്നുകിൽ അയാൾ ഒരു സ്റ്റെപ്പ് റൈറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ അയാൾ ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലേക്ക് പോകും, അഥവാ മുന്നിലേക്ക് പോകും അല്ലെങ്കിൽ പിന്നിലേക്ക് പോകും. പക്ഷെ അയാൾ ഒരിക്കലും അവിടെ തന്നെ നിൽക്കില്ല. ഓക്കെ, അങ്ങനെ ഒരാൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോവുകയാണെങ്കിൽ അയാളുടെ ആ ഒരു യാത്രയെ നമുക്ക് റാൻഡം വാക്ക് എന്ന് പറയാം. ഒരാളിപ്പോൾ മദ്യപിച്ചിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അയാൾ മുന്നോട്ടും പോവും പിന്നോട്ടും പോവും. ഓക്കെ, അതിൻ്റെ ഒരു സ്പെസിഫിക് മോഡലാണ് ഈ റാൻഡം വാക്ക് മോഡൽ എന്ന് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ ഐദർ ടേക്സ് വൺ സ്റ്റെപ്പ് ഫോർവേഡ് ഓർ വൺ സ്റ്റെപ്പ് ബാക്ക്വേഡ്. ഓക്കെ, and suppose the positions of that individual is marked as minus infinity to plus infinity, that is 0, plus 1, plus 2, plus 3, etc. to the right side, and minus 1, minus 2, minus 3, etc. to the left side, as I have pictured here. Okay, 0, 1, 2, 3, etc. and minus 1, minus 2, minus 3, etc. backward. Okay, and suppose the individual is say for example now he is at 0, and next time he will be either goes one step forward to the position 1, or he will go one step backward to position minus 1, and forward movement has a probability p and backward movement has a probability 1 minus p. Okay, and in particular you can take p is equal to 1 by 2, so 1 minus p is also equal to 1 by 2. That means he is equally likely to go either forward or backward. Anyhow, what is the position of the individual generally? xn means at the time n what is his position. So he will take either 0, 1, 2, 3, etc. or minus 1, minus 2, minus 3, etc. Okay, and this stochastic process xn is called a Markov chain, and you know that the Markov property will be satisfied here. അതായത് അയാളിപ്പോൾ ഉദാഹരണത്തിന് അയാളുടെ പൊസിഷൻ 1-ലാണെന്ന് വിചാരിക്കുക. At present he is in the position 1. So next time where he will be either at 2 or at 0.
അതിനു മുമ്പ് അയാളുടെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. വി തിങ്ക് ഓഫ് ഹിസ് ഫ്യൂച്ചർ പൊസിഷൻ only based on the present position, and it does not depend on the past positions. Therefore, clearly this is a Markov chain because it satisfies Markov property. Okay, and what is the transition probabilities? I plus 1. ഇവിടെ കോമ ഇടണമെന്നില്ല, I plus 1 ഇട്ടാൽ മതി. പക്ഷേ അത് അടുപ്പിച്ചിടുമ്പോൾ അത് തെറ്റായി വായിക്കാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ സഫിക്സ് ഒരു കോമ ചേർക്കുന്നത്. ശരിക്കും I plus 1 എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു P. കാര്യം ഐയിൽ നിന്ന് അയാൾ I plus 1ലേക്ക് പോകാൻ, അതായത് ഫോർവേഡ് മൂവ്മെൻറ്റിലുള്ള പ്രോബിലിറ്റി P ആണ്. അതുപോലെ ഐയിൽ നിന്ന് I minus 1ലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി 1 minus P ആണ്. അപ്പോൾ ഈ റാൻഡം വാക്ക് മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് മൂവ്മെൻറ്റും ബാക്ക്വേഡ് മൂവ്മെൻറ്റേ ഉള്ളൂ. അയാൾ ഒരിക്കലും അടുത്ത സ്റ്റെപ്പിൽ അവിടെ തന്നെ നിൽക്കില്ല എന്നർത്ഥം. ഓക്കെ, ആൻഡ് ദിസ് മാർക്കോവ് ചെയിൻ ഈസ് ആക്ച്വലി specifically called random walk. Okay, and you can easily write down the transition probability matrix. You can easily write, and I leave this Markov, the transition probability matrix as an exercise. You completed that matrix. Okay, and again I have an example for a gambling model. ഒരു gambler, and in this gambling model the gambler at each play of the game either wins $1 and with the probability P, or lose $1. okay, $1 അയാൾക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ $1 അയാൾക്ക് കിട്ടുന്നു. അങ്ങനെയുള്ള ഒരു ഗാംബ്ലിംഗ് ആണ്. ആൻഡ് സപ്പോസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൻസ് ദ ഗെയിം വിത്ത് $1 ഈസ് ഈക്വൽ ടു P, ആൻഡ് ഹി ലോസസ് $1 വിത്ത് പ്രോബബിലിറ്റി 1 minus P. either his fortune will increase or his fortune will decrease. okay, and in addition to this, you suppose that he quits playing either when he ruins or he attains a fortune of $n. okay, so on the table there are capital N dollars. okay, and if all the dollars he get after the game, then the game ends. We stop the game. okay, and suppose he lose all the dollars, and then also that gambler is said to be ruined. അയാൾ നശിച്ചു പോയി. ഓക്കെ, ഒന്നുകിൽ അയാൾ നശിച്ചു പോകുന്നു, അയാളുടെ ഫോർച്യൂൺ 0 ആയി പോകുന്നു, അയാൾക്കൊന്നും കിട്ടുന്നില്ല, അപ്പോൾ ഈ ഗെയിമും ഈ ഗാംബ്ലിംഗ് അവസാനിക്കുന്നു. അല്ലെങ്കിൽ ആ മൊത്തം എമൗണ്ടും ഈ ഗാംബ്ലറുടെ കയ്യിൽ വരുന്നു, അപ്പോൾ ഈ ഗാംബ്ലിംഗ് അവസാനിക്കുന്നു. അത്തരം ഒരു ഗാംബ്ലിംഗ് സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും അയാളുടെ ഫോർച്യൂൺ എന്ന് പറയുന്നത് അയാളുടെ നേട്ടം, അയാളുടെ കയ്യിൽ വരുന്ന ഡോളേഴ്സിൻ്റെ എണ്ണം, അതാണ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. ആ ഫോർച്യൂൺ തീർച്ചയായിട്ടും എന്തിനു മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക? തൊട്ട് മുമ്പിലുള്ള ഗെയിമിൻ്റെ ഔട്ട്കമിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഒന്നുകിൽ അയാളത് നേടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെടുന്നു. ഓക്കെ, അയാൾ മുഴുവൻ നേടിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ആ ഗെയിം അവസാനിച്ചു. ഓക്കെ, അയാൾക്ക് മുഴുവൻ നഷ്ടപ്പെട്ടാലും ആ ഗെയിം അവിടെ വെച്ച് അവസാനിച്ചു, പിന്നെ ആ ഗെയിം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 1 to capital N ആയിരിക്കും, 0 to capital N ആയിരിക്കും. 0 എന്ന് പറയുന്നത് അയാൾ റൂയിൻ ചെയ്ത, അയാളുടെ മൊത്തം എമൗണ്ടും നഷ്ടപ്പെട്ട അവസ്ഥ, അതാണ് ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ അവസാനം അയാൾക്ക് ഈ എമൗണ്ട് മുഴുവൻ അയാൾക്ക് കിട്ടുന്നു, ക്യാപിറ്റൽ N ഡോളേഴ്സും അയാളുടെ കയ്യിൽ വരുന്നു, അവിടെ വെച്ച് ആ പ്ലേ അവസാനിക്കുന്നു. ഓക്കെ, ആൻഡ് clearly this is a Markov chain because this satisfies Markovian property, because he gets $1 at a particular game, or his fortune
is a particular number that depends only on the present situation, and it does not depend on the past situations. Therefore, it is clearly a Markov chain. And what are the transition probabilities? I plus 1. I ആണ് അയാളുടെ ഫോർച്യൂൺ. അടുത്ത സ്റ്റെപ്പിൽ അയാളുടെ ഫോർച്യൂൺ I+1 ആവുന്നു. $10 അയാളുടെ കയ്യിലുള്ളത്. അടുത്ത ഗെയിമിൽ അയാളുടെ കയ്യിൽ $11 വരണമെങ്കിൽ അയാൾ ഗെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ I+1 that is equal to P, because P is the probability that he wins the game. He gets $1. So the transition is taking place from I dollars to I+1. And when the transition is taking place from I to I-1 ഇവിടെ I+1 തന്നെ ആയി പോയിട്ടുണ്ട്. I-1 ആണ്. ഐയിൽ നിന്ന് I+1 അയാളുടെ ഫോർച്യൂൺ ചുരുങ്ങുന്നത് എപ്പോഴാണ്? അയാൾ നഷ്ടപ്പെടുമ്പോഴാണ്. വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി P ആണ്, നഷ്ടപ്പെടാനുള്ള പ്രോബിലിറ്റി 1 - P ആണ്. So these are the transition probabilities. Let me repeat, I+1 is equal to P and I-1 equal to 1 - P. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. where I is equal to 1 to capital N-1. ഓക്കെ, അപ്പോൾ ഇവിടെ I to N-1 പോരല്ലോ, ഇവിടെ 0യും Nഉം കൂടി വേണ്ടേ? പക്ഷേ അതിന് നമ്മൾ വേറെ ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ് കൺസിഡർ ചെയ്യേണ്ടി വരും. P00 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 0 ആണ് അയാളുടെ ഇപ്പോഴുള്ള ഫോർച്യൂൺ, അതായത് അയാളുടെ കയ്യിൽ $1 പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാൾ അവിടുന്ന് എങ്ങോട്ടും മാറുന്നില്ല. കാര്യം അവിടെ ഗെയിം അവസാനിച്ചു കഴിഞ്ഞു, ഗാംബ്ലിംഗ് അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലും അയാളുടെ ഗെയിം എന്ത് തന്നെയായിരിക്കും, അയാളുടെ ഫോർച്യൂൺ എന്ത് തന്നെയായിരിക്കും, അയാളുടെ കയ്യിലുള്ള പണം എത്ര തന്നെയായിരിക്കും? $0 തന്നെയായിരിക്കും. തീർച്ചയായിട്ടും 0യിൽ നിന്ന് 0യിലേക്കുള്ള ട്രാൻസിഷൻ നടക്കാനുള്ള ചാൻസ് 1 ആണ്. ഓക്കെ, 0 ആയി കഴിഞ്ഞാൽ പിന്നെ 0 തന്നെയായിരിക്കും അയാളുടെ ഫോർച്യൂൺ എപ്പോഴും, certainly. So with probability 1, P00 is equal to 1. Here Pnn is also equal to 1. Pnn means what? He gets the total amount on the table, and that will be same for always. In the next step also his fortune will be n. Therefore P00 equal to 1 and Pnn is equal to 1. So this Markov chain, and this is called a gambling model, and definitely this is a random walk model, but random walk model with 2 absorbing barriers. എന്തുകൊണ്ടാണ് ഈ അബ്സോർബിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്? 0യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറ്റമില്ല, അവിടെ അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ Nൽ എത്തിക്കഴിഞ്ഞാൽ, ക്യാപിറ്റൽ N എത്തിക്കഴിഞ്ഞാലും പിന്നീട് അവിടെ നിന്നൊരു മാറ്റവും ഇല്ല, അതവിടെ അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ബാക്കിയൊക്കെ റാൻഡം വാക്കിൻ്റെ അതേ നേച്ചർ തന്നെയാണ്. കാരണം ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് വെച്ചാൽ അയാൾ വിൻ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ $1 അധികം കിട്ടുന്നു, അല്ലെങ്കിൽ $1 കുറയുന്നു. അയാൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഫോർച്യൂൺ $1 കുറയുന്നു. അപ്പോൾ ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ കൂടും. ഏതുപോലെ? ഒന്നുകിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ അവസാനം അത് 0യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻ്റ് ഇല്ല, അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റൽ Nൽ എത്തിക്കഴിഞ്ഞാലും പിന്നെ മൂവ്മെൻ്റ് ഇല്ല, അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ യൂസിങ് ദീസ് പ്രോബബിലിറ്റീസ്, ട്രാൻസിഷൻ പ്രോബബിലിറ്റീസ്, I+1 equal to P, I-1 is equal to 1 - P, P00 equal to 1 and Pnn equal to 1, you can simply write the transition probability like this. ഓക്കെ, ഇവിടെ നോക്കുക, 0യിൽ നിന്ന് 0യിലേക്കുള്ള ട്രാൻസിഷൻ്റെ പ്രോബബിലിറ്റി 1 ആണ്. ഓക്കെ, ഈ മാട്രിക്സ് നോക്കുക, 0യിൽ നിന്ന് 0യിലേക്കുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി 1 ആണ്. 0യിൽ നിന്ന് 1ലേക്കും പറ്റില്ല, 0യിൽ നിന്ന് 2ലേക്കും പറ്റില്ല, 0യിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്കും പറ്റില്ല, ബാക്കി എല്ലാ പ്രോബബിലിറ്റിയും 0 ആണ്. എന്നാൽ 1ൽ നിന്ന് 0യിലേക്ക് പോകാം, കാരണം അയാൾ ലൂസ് ചെയ്താൽ മതി, പ്രോബബിലിറ്റി 1 - P. 1ൽ നിന്ന് ഒരിക്കലും 1ലേക്ക് പോവില്ല, കാരണം ഒന്നുകിൽ അയാൾ ലൂസ് ചെയ്യണം അല്ലെങ്കിൽ അയാൾക്ക് ഗെയിൻ ചെയ്യണം. അപ്പോൾ ലൂസ് ചെയ്യാതിരിക്കാനും ഗെയിൻ ചെയ്യാതിരിക്കാനും സാധ്യമല്ലാത്തതുകൊണ്ട് 1ൽ നിന്ന് 1ലേക്ക് ട്രാൻസിഷൻ ഇല്ല. എന്നാൽ 1ൽ നിന്ന് 2യിലേക്ക് ട്രാൻസിഷൻ ഉണ്ട്, അതായത് അയാൾ വിൻ ചെയ്യുന്നു, പ്രോബബിലിറ്റി P. ഓക്കെ, ആൻഡ് ഫൈനലി വാട്ട് അബൌട്ട് ദ ട്രാൻസിഷൻ ഫ്രം N to N? It is not, it is definite, because if his
fortune is n, and his fortune is always n. So transition from n to n is definite, and its probability is 1, like here 0 to 0 1. Okay, so this is the one step transition probability matrix for this gambler's problem. Okay, and these are the situations of a Markov chain, and you can summarize this Markov chain as a discrete state, discrete space stochastic process having Markovian property. What is Markovian property? Markovian property states that the conditional probability of a future situation given the past situations and the present situation, that is equal to probability that the future situation given the present situation only. That means the past situations are not uh, it does not depend on the past situations. Okay, so irrespective of the past situations, we require only the present situation for predicting the future situation. That is the essence of Markovian property. And when such a Markov such a stochastic process, that is a discrete space, discrete time stochastic process having Markovian property, is called Markov chain. Okay, and we will see many characterizations of Markov chains in the next lecture. Okay, thank you.